അപ്പോൾ ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു, എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഓക്കെ, അതൊരു പഴയ ട്രോൾസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് സത്യം പറഞ്ഞത് ഫുൾ വീഡിയോ കണ്ടത് തന്നെ കേട്ടോ. എനിക്കത് കാണാനുള്ളൊരു മനക്കെട്ടി ഉണ്ടായിരുന്നില്ല. അത് ഇപ്പൊ കാണുമ്പോ ചിരി വരുന്നുണ്ട്. അത് ചെറിയൊരു എഡിറ്റിംഗ് ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തൊരു പൊട്ടത്തരാ ഞാൻ പറഞ്ഞു ഇപ്പൊ ആലോചിക്കുന്നത്, എന്തൊരു പൊട്ടത്തരാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേനും ചിരി വരും. എന്താ ആക്ച്വലി അരുവിക്കരയിൽ സംഭവിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗംഭീരമായ ഒരു സംഭവമാണെന്നോ അതിന്റെ സീരിയസ്നെസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയാ, അങ്ങനെ ഒരു അത്രയ്ക്ക് കുഞ്ഞൊന്നുമല്ല, അത്യാവശ്യം ഇതുണ്ട്. എന്താ എനിക്ക് തോന്നുന്നു ഈ ഒരു 10-20 വയസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പൊളിറ്റിക്കലി തീരെ വിവരമില്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആയിരുന്നു ഇപ്പോഴും വലിയതും ഭയങ്കര സംഭവം ഒന്നും അല്ല കേട്ടോ. ഇപ്പോഴും ചെറുതായിട്ടൊരു മാറ്റം അത്രേ നടന്നിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങനെ ഒരു വേദിയിലേക്കാണ് ഞാൻ പോകുന്നതെന്നോ അതിന് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ദൈവം തന്റെ വീട് എന്ന് പറഞ്ഞൊരു തമിഴ് സീരിയലും അതിൻ്റെ തന്നെ മലയാളം ചന്ദനമഴ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡ്യൂസർ ജയകുമാർ സർ, എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു നമ്മൾക്ക് ഗോഡ് ഫാദർ എന്നൊക്കെ പറയില്ലേ, അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മേഘന ഒന്ന് വന്നിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലേ, ജയകുമാർ സർ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മീഡിയ കാര്യങ്ങൾ, ബ്രോഷേഴ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്താണോ എനിക്ക് മനസ്സിൽ തോന്നിയത് അപ്പോൾ അതങ്ങ് പറഞ്ഞു. അത് അതിൻ്റെ ഇടയിൽ ഇപ്പം ചെന്നൈ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചെന്നൈ പോലത്തെ രാജ്യത്ത് പോകുമ്പോഴത്തേന് രാജ്യം ഡിസ്ട്രിക്റ്റ് അതെനിക്ക് മാറിപ്പോയത് തന്നെയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല മേക്കപ്പ് കഴിക്കുമ്പോൾ. എനിക്ക് ആ സമയത്ത് എന്താ ബുദ്ധിമുട്ടെന്ന് അവരോട് ചോദിച്ചു. കേരളത്തിന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ആ സമയത്ത് അവിടെ ഇവിടെ, അതായത് ചെന്നൈയിൽ 15 ദിവസം, മലയാളത്തിൽ 10. ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര തള്ളാന്ന് വിചാരിക്കും കേട്ടോ. അതൊക്കെ ഫൈൻ, വോട്ടെവർ. അപ്പോൾ 15 ദിവസം ചെന്നൈയിൽ, 15 ദിവസം കേരളത്തിൽ, അങ്ങനെയായിരുന്നു മാസത്തിൽ. അപ്പോൾ ആ സമയത്ത് ചില സമയത്തൊന്നും എനിക്ക് നമ്മൾ പോണ വഴി കൂടിയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് പോവാറുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ചെന്നൈയിൽ വെച്ചിട്ട് ഭയങ്കര സുഖമായിരുന്നു. കേരളത്തിലാകുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു. നമുക്ക് ലൈഫ് എന്താണെന്നോ അങ്ങനെയെന്നുള്ളൊരു ബോധം ഇതൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനതങ്ങ് പറഞ്ഞു. പിന്നെ ചെന്നൈ, മുംബൈ പോലത്തെ ഒരു സ്ഥലത്ത്, രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് ശേഷമാണ് ഇന്റർനാഷണലിലേക്ക് ഞാൻ പോയത്. അവർ ആ പോസ്റ്റ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നേരെ ദുബായ് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കയറ്റി. പക്ഷെ എന്നാലും പൊട്ടത്തരം പറഞ്ഞത് തന്നെയാണ്. അതെ, അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പൊ റീസെന്റ് ആ പാമ്പിനെ എടുത്തിട്ട് വെക്കണ ഒരു സീൻ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ആ ഒരു സീൻ എടുക്കുമ്പോ ശരിക്കും ഞാൻ പാമ്പിനെ എടുത്തത് ആദ്യം എല്ലാരെയും പോലെ എനിക്കും പേടിയുണ്ടായിരുന്നു. അതല്ലേ നമ്മുടെ മനസ്സിൽ എന്താന്നുള്ളത് നമ്മൾ അഭിനയിക്കുമ്പോ പുറത്ത് കാണാൻ പാടില്ലല്ലോ. എന്റെ അടുത്ത് പറഞ്ഞ ചെറിയൊരു പാമ്പാന്ന് ആദ്യം പറഞ്ഞത് കേട്ടോ. നിങ്ങക്ക് കണ്ടാൽ തന്നെ അറിയാം അതിന് നല്ല വലിപ്പുണ്ട്. ഓക്കെ, അപ്പോ ഇത് പിടിക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഞാൻ പേടിച്ച് കൈയൊക്കെ വരച്ചിട്ടാണെങ്കിലും പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു, മോളെ മുറുക്കരുത്, നമ്മൾ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ ഒന്ന് ചുറ്റാൻ സാധ്യതയുണ്ട്, ചുറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം അത് മുറുക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ചിലപ്പോൾ ബോണിന് എന്തെങ്കിലുമൊക്കെ. ഓഹോ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ലൂസായിട്ട് പിടിച്ച് എങ്ങാനും മുറിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലൂസാക്കി പിടിച്ചപ്പോൾ ഈ സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ എഴയും. അത് വല്ലാത്തൊരു ഡിസ്കസ്റ്റിംഗ് ഫീലായിരുന്നു. പിന്നെ ഫസ്റ്റ് പിടിച്ചപ്പോൾ തന്നെ ഇതിങ്ങനെ എഴഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി, പിന്നെ ഇതിങ്ങനെ വന്നൊരു നോട്ടം. എൻ്റെ അമ്മ, സത്യം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, നമ്മള് എന്താ പറയാ, 3 ലോകം ഒന്നിച്ച് കാണുമെന്ന് പറയല്ലേ. പിന്നെ ടേക്കിന്റെ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് എടുക്കണ്ട, ഒറ്റ ടേക്കിൽ എടുത്താൽ മതി, നേരെ വരിക, അടുത്തുനിന്ന് പാമ്പിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നേരെ വന്ന് പാമ്പിനെ എടുക്കുക, പുറത്തേക്ക് പോവുക. ഇതായിരുന്നു ഷോട്ട്. അപ്പം നേരെ വന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഓപ്പോസിറ്റിൽ നിന്നിട്ട് കുറച്ച് ദൂരെ നിന്ന് ആ ചേട്ടൻ എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്, അങ്ങോട്ട് തന്നെയാണ് നോക്കിക്കുന്നത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എടുത്തു കഴിഞ്ഞ് ആദ്യത്തെ ഒരു ടേക്ക് ഓക്കെ ആയി. രണ്ടാമത്തെ ടേക്കത്തേന് എടുത്ത് ഇങ്ങനെ പിടിച്ചപ്പോഴത്തേനും അത് എൻ്റെ ഇങ്ങനെ തച്ച ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് വിട്ടിട്ട് ഇങ്ങനെ ചീറ്റി. അപ്പോൾ അവർക്കുള്ള മൊത്തം ഡിസ്ട്രാക്ഷനായി. എല്ലാവരും ആന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ക്യാമറമാൻ ചേട്ടൻ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞത് എങ്ങോട്ട് പോവും, എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചു നിന്നു. അപ്പോൾ ക്യാമറമാൻ ചേട്ടൻ ക്യാമറ ഒക്കെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു.
എന്നിട്ട് ഞാൻ ആ ചേട്ടൻ വരണവരെ ഇങ്ങനെ അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് കണ്ണും മുട്ടിന്ന് പേടിച്ചിങ്ങനെ നിന്നു. ആ ചേട്ടൻ വന്നിട്ട് ആ പാമ്പിനെ കൊണ്ടുപോയിട്ട് ഉടനെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കൂളാക്കി. അങ്ങനെ അതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വൈറലായത്. വൻ ടാസ്ക് ആയിരുന്നു. പക്ഷെ അതിന് ശേഷം എനിക്ക് അങ്ങനെ പാമ്പിനോടുള്ള അത്ര പേടിയില്ല കേട്ടോ. പേടി അങ്ങ് മാറി. അതൊരു പാവമായിട്ട് തോന്നി. ത്രില്ലർ ചിക്കൻ പിന്നെ ഉണ്ടാക്കിയായിരുന്നു. എന്ത് സാധനം? ത്രില്ലർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് വ്ളോഗ് കണ്ടായിരുന്നു. ലൈക്ക് ഒരു ഫുൾ ചിക്കൻ എടുത്ത് വെച്ചിട്ട് കൊച്ചിലെ ഉണ്ടാക്കിയത്. എന്റെ അമ്മേ, ഞാനത് 2 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാ കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേര് തന്നെ മനസ്സിലായില്ല എനിക്ക്. അത് ത്രില്ലർ ചിക്കൻ മീൻസ് അങ്ങനെയല്ല, അതിലൊരു ത്രില്ല് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ത്രില്ലർ ചിക്കൻ. ഞാൻ ഡിഷിന്റെ പേരാണ്, എനിക്കതാ മനസ്സിലാവേണ്ടിരുന്നേ. ഒരു ഫുൾ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് അല്ലേ, എന്നിട്ട് ആരും അറിയാണ്ട് ഇങ്ങനെ കിച്ചണിന്റെ സ്ലാബിന്റെ പുറത്തുനിന്ന് കഴിച്ചതായിരിക്കും. അതിനൊരു ത്രില്ല് ഉണ്ടായിരുന്നു. വെള്ളം വന്നിട്ട് ആ ഫുഡിനോടുള്ളൊരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത രീതി ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞിട്ട് ചോറ് എടുത്ത് വെച്ചിട്ട് അതില് കുറച്ച് എന്താ ഫ്രൈന്റെ ആ മസാലയുടെ സാധനം എടുത്ത് വെച്ച് അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മള് നോർമലി ഇപ്പൊ ചിക്കൻ പൊരിച്ചതാണെങ്കിലും മീൻ പൊരിച്ചതാണെങ്കിലും ഈ എണ്ണയുടെ അടിയിൽ ഈ മസാല കിടക്കുമല്ലോ കരിഞ്ഞിട്ട്, അതെടുത്ത് നല്ല ചൂട് ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഉരുള കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് ചിക്കൻ കൂട്ടി കഴിക്കണേക്കാട്ടും ടേസ്റ്റാ. അല്ല, അത് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഫുഡി ആണോ? ഫുഡിയാണ്. ഞാൻ എല്ലാം കഴിക്കും. കൂടുതലും നോണാണ് കഴിക്കുന്നത്. ഞാൻ ഭയങ്കര നോൺ വെജ് പ്രിയാണ്. കൂടുതലും നോണാണ് കഴിക്കുന്നത്. ഫേവറേറ്റ് ബിരിയാണി. എല്ലാ മെനുവും ഫുള്ള് നോക്കിയിട്ട് ഏറ്റവും അവസാനം ബിരിയാണി. അത്രേ. എവിടെ പോയാലും എല്ലാം നോക്കും. അത് ഇത് മാറ്റത് മറിച്ചത്, എന്നൊരു ബിരിയാണി. ഒരു 4 വർഷം മുന്നേ ഉള്ള മേഘ്ന അല്ല ഇപ്പോൾ ഉള്ളൊരു മേഘ്ന. ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു. കുറെ ഒരു വ്യത്യാസം മേഘ്നയ്ക്ക് വന്നു എന്നുള്ളത് അതെല്ലാരും പറയുന്നത്. അതെങ്ങനെയാ ആ ഒരു ചേഞ്ചിലോട്ട് പറഞ്ഞത്? ലൈഫ് ഭയങ്കരമായിട്ട് ട്രിഗർ എന്തായിരിക്കും? ലൈക്ക് ഒരു മൊമെന്റിൽ ലൈക്ക് ഐ ഷുഡ് ചേഞ്ച്, അല്ലെങ്കിൽ ഞാൻ മാറണം. ഇത് പ്രായത്തിന്റെ അല്ല കേട്ടോ. ഈവൻ എനിക്ക് ഒരു 10-24 വയസ്സിന്റെ സമയത്ത് പോലും എനിക്ക് തീരെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. മെച്യൂരിറ്റി മീൻസ് എനിക്ക് ഒരാളോടൊരു നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് കുട്ടികളെ എങ്ങനെയാത്തുള്ള അതുപോലെ എനിക്ക്, കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നെ അപ്പാപ്പനും അമ്മാമ്മയും കൂടി വളർത്തിയ ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്നത് അവരുടെ ഒരു ലോകമാണ്. പള്ളിയിൽ പോവുക, തിരിച്ച് വീട്ടിൽ വരിക, അമ്മമ്മ വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. വേറെ പുറം ലോകം അങ്ങനെ എങ്ങനെയാണ് ഏതാ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഫീൽഡിലേക്ക് വന്ന പിന്നെ അമ്മയായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കൂലേ. സോ അവിടെ നിന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഐ ഹാവ് ടു ചേഞ്ച്. എനിക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ പറയണു, പ്രായത്തിൻ്റെ അല്ല, അപ്പോഴും പ്രായമുണ്ട്. ഒരു 24-25 ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു ATM പോയിട്ട് എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ചേഞ്ച്, ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. അത് ലൈഫ് എന്നെ പഠിപ്പിച്ച ചേഞ്ച് തന്നെയാണ്. ഈ അഭിനയത്തിലോട്ട് വരാൻ ഒരു ഇൻസ്പിറേഷൻ ആണ്? എനിക്ക് ഇൻസ്പയർ ആവാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിനയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ വയസ്സ് 5ആണ്. അതെ, 5 വയസ്സ്. പോപ്പിക്കുട്ടിയുടെ ആഡാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കാരണം അമ്മ ഈ ഫീൽഡിലായിരുന്നു. അമ്മ കുറെ ഫിലിംസും ഇതൊക്കെ സീരിയൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മ അഭിനയിക്കുന്ന എവിടെ പറഞ്ഞിട്ടില്ല? അമ്മ അഭിനയിക്കുന്ന പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതങ്ങനെ ആർക്കും ഒരുപാട് പേർക്ക് അറിയില്ല എന്നേ ഉള്ളൂ. അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു. അമ്മ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം അമ്മ പടങ്ങളാണ് ചെയ്തത്, പിന്നെ സീരിയൽസും ചെയ്തിട്ടുണ്ട്, ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ എൻ്റെ വയസ്സ് 5 എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഒന്ന് നമുക്ക് ഓർമ്മ വെക്കുമ്പോൾ തൊട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. പിന്നെ ഞാൻ ഡാൻസ്, എൻ്റെ അരങ്ങേറ്റം നടക്കുന്നത് 6ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 3.5 വയസ്സ് തൊട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ പിന്നെ അമ്മാമ്മ എപ്പോഴും പറയും, എനിക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത്. ഇതിന് ഒരു ഫാൻസി ഡ്രസ്സിന് ശകുന്തളയിട്ട്. അപ്പോൾ നമുക്ക് അറിവ് വെച്ച് വരുമ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്,